കൊല്ലത്ത് പ്രചാരണച്ചൂട് അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തി. ഇന്ന് വൈകിട്ടോടെ പരസ്യപ്രചാരണം സമാപിക്കും. വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലാക്കാൻ അവസാന തന്ത്രവും പയറ്റുകയാണ് മൂന്ന് മുന്നണികളും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവസാനഘട്ട പ്രചരണത്തിലേക്ക് സ്ഥാനാർത്ഥികളും മുന്നണികളും എത്തി നിൽക്കുകയാണ്. ബൂത്തിലെത്താൻ ഇനി 2 നാൾ കൂടി മാത്രമാണ് അവശേഷിക്കുന്നത്. ഇന്ന് പരസ്യപ്രചരണം അവസാനിക്കും. ഇന്നലെ ബാക്കി വെച്ച സ്ഥലങ്ങളിലെല്ലാം ഇന്നും മൈക്കിലൂടെയുള്ള പ്രചരണം തേടിയെത്തും. ജില്ലയിലെങ്ങും പ്രചരണം ഉച്ചസ്ഥായിയിലെത്തിയിരിക്കുകയാണ്. അനൗൺസ്മെന്റ് വാഹനങ്ങൾ നടവഴികളും ഇടവഴികളും കയറിയുള്ള പ്രചരണത്തിനാണ് ഇന്നലെയും സാക്ഷ്യം വഹിച്ചത്. വോട്ടിംഗ് മെഷീനുമായി വീടുകളിലെത്തി വോട്ടർമാരെ പഠിപ്പിക്കുന്ന പ്രവർത്തകരും സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായി സംസ്ഥാന നേതാക്കളുടെ പര്യടനവും കുടുംബയോഗങ്ങളും ഇന്നും തുടരും. കൊറോണ ഭീതിക്കിടയിൽ ബുറേവി ഉണ്ടാക്കിയ ആശങ്കയും ഇത്തവണ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയാണ്. സംസ്ഥാന സർക്കാരിനെ പ്രതികൂലമായി ബാധിച്ച അഴിമതി ആരോപണങ്ങളും CPM-ലെ വിഭാഗീയതയും ഘടകകക്ഷികൾക്ക് സീറ്റ് നിഷേധിച്ചതും കാരണം മുന്നണിയിലുണ്ടായ അസ്വാരസ്യങ്ങളും ഇടതുപക്ഷത്തിന് വൻ തിരിച്ചടിയാകുമെന്നാണ് കണക്കുകൂട്ടൽ. UDF ആകട്ടെ ഗ്രൂപ്പ് തമ്മിലടിയിൽ പകച്ചു നിൽക്കുകയാണ്. നേതാക്കൾ തമ്മിലുള്ള ഭിന്നത വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുന്നത് എത്രമാത്രമാണെന്ന് കണ്ടറിയണമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ പക്ഷം. ഇരു മുന്നണികളെയും അടുത്ത വോട്ടർമാർ ഇത്തവണ BJPക്ക് അവസരം നൽകുമെന്ന വിശ്വാസത്തിലാണ് NDA. ജനം, കൊല്ലം.